ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയുമാണ്. ദോശയാണെങ്കിൽ പിന്നെ ചമ്മന്തിയാണല്ലോ കോമ്പിനേഷൻ. അങ്ങനെ തേങ്ങ, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം കൂടി വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട് കടുക് പൊട്ടുമ്പോൾ കരിവേപ്പിലയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി വെള്ളം കൂടി ചേർത്ത് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചൂടാക്കണം. തിള വരുന്നതിന് മുമ്പിട്ട് വാങ്ങി വെക്കണേ. എന്നിട്ട് ദോശ ചുട്ട് ഞാനും മോളും കൂടെ അങ്ങ് കഴിച്ചു. മോൾക്കാണെങ്കിൽ ഇന്നലെ ഫ്രിഡ്ജിലിരുന്ന് ചക്കപ്പഴം എടുത്ത് കഴിച്ച് നല്ല തണുപ്പോടെ എടുത്ത് കഴിച്ച് തൊണ്ടയ്ക്ക് നല്ല തൊണ്ടവേദനയായിരുന്നു. രാത്രി മുഴുവൻ തൊണ്ടവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുമ്മലും ചീറ്റലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ആഹാരം കഴിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. ദോശ പിന്നെ എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. എളുപ്പത്തെ ഓർത്തിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്, അല്ലാതെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. ദോശ എനിക്ക് വെട്ടിയാലും കൊന്നാലും എൻ്റെ തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങില്ല. അങ്ങനെയാണ് ദോശയെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ദോശ നെയ്യൊഴിച്ച് ചുട്ടാൽ ഇഷ്ടമാണ്, നെയ് റോസ്റ്റ് ഇഷ്ടമാണ്. അല്ലാതെ ദോശയും കടലക്കറി, ദോശയും ഉരുളൻകിഴങ്ങ് കറി അങ്ങനത്തെ കോമ്പിനേഷനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ മസാല ദോശയാണെങ്കിൽ കഴിയും കേട്ടോ, അതെനിക്ക് എൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ അതിനേക്കാട്ടിലും ഫേവറേറ്റാണ് നെയ് റോസ്റ്റ്. നെയ്യ് ചുട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന ദോശ ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് നെയ്യൊഴിച്ച ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അത് നമ്മുടെ ഹോം മെയ്ഡ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അധികം യൂസ് ചെയ്യാറില്ല. ദോശ ഉണ്ടാക്കുമ്പോൾ വല്ലപ്പോഴും മാത്രം ദോശയുടെ മുകളിൽ ഒഴിക്കത്തേ ഉള്ളൂ കേട്ടോ. എന്നും ഒഴിച്ചാലും അത് അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് നെയ്യൊഴിച്ച ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ 2 ദോശ കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം അര ടിന്ന് നെയ്യ് തീരും. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം മാക്സിമം ഞാൻ ഉപയോഗിക്കാറില്ല. മുമ്പിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇടയ്ക്കൊക്കെ വാ തുറന്നു തരുന്നത്. അല്ലെങ്കിൽ വയ്യാന്നുണ്ടെങ്കിൽ ഒട്ടും വാ തുറന്നു തരാറില്ല ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ അനിയത്തി എക്സാം എഴുതാനായി പോകാനായി റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്നോട് അതിനിടയിൽ കൂടെ സൊറ പറയാൻ വരുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ഇരുന്ന് സംസാരിക്കുന്നത്. കഴിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ടെന്നാണ്, എങ്കിലും നമുക്കതൊന്നും ശീലിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമുക്കിതൊന്നും മാറ്റാൻ പറ്റത്തില്ല. അവൾ എക്സാമിന് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ 2 ദോശ ചുട്ടിട്ട് അത് കഴിക്കാൻ കൊണ്ടുപോയിട്ട് അതിലൊരു ദോശ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് ബാക്കി കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പോൾ റെഡിയായി നിന്നിട്ട് പറയുമോ അവൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ. അപ്പോൾ അവൾക്കും ദോശയും ചമ്മന്തിയും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എങ്ങനെയും കുഞ്ഞിനെ കഴിപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എഴുതേണ്ടി കേട്ടോ. ഞാൻ കഴിച്ച ദോശ ദഹിപ്പിക്കാനുള്ള ടാസ്ക്കാണ് എനിക്ക് അടുത്തത്. എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്തൊരു പണിയാണ് ചീര അരിയുക എന്ന് പറയുന്നത്. തേങ്ങ ചിരണ്ടുന്നതും എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചീര കഴിക്കാനും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വീട്ടിൽ വെക്കുകയില്ലേ എന്ന് പറഞ്ഞ് കുറച്ച് കഴിക്കും. വീട്ടിൽ ആർക്കും അത്ര വലിയ താല്പര്യമില്ല ചീര കഴിക്കാനായിട്ട്. പിന്നെ ഉച്ച നേരത്തേക്ക് മാത്രം ഒരു നേരം ചൂടോടെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. വൈകുന്നേരത്തേക്ക് ചീര ആർക്കും അങ്ങോട്ട് പോകത്തില്ല കേട്ടോ. അതുപോലെ തേങ്ങ എനിക്ക് ഭയങ്കര പാടാണ് തേങ്ങ ചിരണ്ടുക. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി പുളിയെടുക്കും. പുളി എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും, വിപ്പ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഞാൻ തേങ്ങ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഞാൻ ഏതൊരു കറി വയ്ക്കാനും ഞാൻ തേങ്ങ ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാനങ്ങനെ തേങ്ങ ചിരണ്ടത്തില്ല. അപ്പോൾ ചീരയ്ക്കുള്ള തേങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയും ജീരകവും പച്ചമുളകും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കേ. എന്നിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് വറ്റൽമുളകിട്ട് അത് പൊട്ടുമ്പോൾ ചീരയും ഉപ്പും ചേർത്ത് വെച്ച് അടച്ചു വയ്ക്കും. ആവിയിലാണല്ലോ ചീര വേവിക്കുന്നത്. എന്നിട്ട് കുറച്ചൊന്ന് ആവി വന്നതിന് ശേഷം നടുക്കൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് ഈ ചതച്ചെടുത്ത് അരപ്പിട്ടിട്ട് പിന്നും ചീര എല്ലാം കൂടെ മൂടി ഇങ്ങനെ വെക്കും കേട്ടോ. പിന്നും അടപ്പ് വെച്ച് അടച്ച് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും അടപ്പ് തുറന്നിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി അടി പിടിക്കാതെ റെഡിയാക്കി എടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തി എടുക്കും. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലെങ്കിലും ചീരയിൽ നിന്ന് ആവിയൊക്കെ വരുമ്പോൾ വെള്ളം ഇറങ്ങുമല്ലോ, അത് അങ്ങനെ തോർത്തി എടുക്കും കേട്ടോ. അപ്പോൾ മോൾക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചൂടുവെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അത് തണുപ്പിച്ചൊരു മീഡിയം ലെവലിലാക്കിയിട്ട് ഫ്ലാസ്കിലോട്ട് അങ്ങ് ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിച്ച് കൊടുക്കാമല്ലോ. പിന്നെ ഒരു രസം വെക്കാമെന്ന് വിചാരിച്ചു ഒഴിക്കാനായിട്ട്. രസം വയ്ക്കാനായിട്ട് കുരുമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇവ ചതച്ചിട്ട് നന്നായിട്ട് ഇടികല്ലിൽ ചതച്ചെടുക്കണം കേട്ടോ. ചതച്ച് വെക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് വറ്റൽമുളക് ഇട്ട് അത് പൊട്ടുമ്പോഴത്തേക്കും കരിവേപ്പില ഇട്ട് എന്നിട്ട് ചതച്ച വെളുത്തുള്ളിയും കുരുമുളകും ഇതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെയാണല്ലോ ചതച്ചത്, ഇതെല്ലാം കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു തക്കാളി രണ്ട് തക്കാളി ചേർത്ത് ഇച്ചിരി നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു തക്കാളി ഉള്ളായിരുന്നേ. തക്കാളിയും കൂടി ചേർത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ. ഈ തക്കാളിയിൽ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് നല്ല വെന്ത് ജ്യൂസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പും കൂടി ഇട്ട് അടച്ചു വയ്ക്കാൻ പറയുന്നത്. അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് നല്ല ജ്യൂസി ആയിട്ട് നല്ല
മിക്സായി വരും കേട്ടോ. ഇതുമായിട്ട് നല്ലൊരു ഗ്രേവി പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണമായിരുന്നു. ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ്, രസത്തിന് അത്യാവശ്യം നല്ല ഉപ്പ് വേണമല്ലോ, ഉപ്പും കൂടി ഇട്ടിട്ട് അത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിള വരുമ്പോഴത്തേക്ക് വാങ്ങി വയ്ക്കണം. പിന്നെ കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട്, ഉപ്പിട്ട്, അത് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ മീൻ വറുത്തതില്ലാതെ പറ്റത്തില്ല കേട്ടോ. മീൻ കറിയും വേണം, മീൻ വറുത്തതും വേണം. എന്നാൽ മീൻ വറുത്തത് മാത്രമാണെങ്കിൽ ശരിയാവത്തില്ല, ഇത് രണ്ടും ഉണ്ടെങ്കിലേ ശരിയാവത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ മോക്കാണെന്നുണ്ടെങ്കിൽ മീൻ കറി വെച്ചത് വേണ്ട, മീൻ വറുത്തത് മതി. അതിന് ശേഷം പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി. പാത്രമൊക്കെ കഴുകിയ ശേഷം പിന്നെ ചോറ് വെച്ച് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.